ബോളിവുഡ് സിനിമാ ചരിത്രത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ചിത്രമാണ് 2009 പുറത്തിറങ്ങിയ 3 ഇഡിയറ്റ്സ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും മനഃപാഠ പഠന രീതികളെയും രൂക്ഷമായി വിമർശിച്ച ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി ഫുൻസുക് വാങ്ഡുവിനെ അല്ലെങ്കിൽ റാഞ്ചോയെ ആരും തന്നെ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. നടൻ അമീർ ഖാൻ അവിസ്മരണീയമാക്കിയ ഈ കഥാപാത്രം ലഡാക്കിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതെന്നായിരുന്നു കഴിഞ്ഞ 15 വർഷത്തോളമായി പ്രേക്ഷകരുടെയും മാധ്യമങ്ങളുടെയും ഉറച്ച ധാരണ. എന്നാൽ ദീർഘകാലമായുള്ള ഈ പ്രചരണത്തെയും പൊതുധാരണയെയും പൂർണ്ണമായും നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ അമീർ ഖാൻ തന്നെ. ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത വേളയിലെ ചോദ്യോത്തര പരിപാടിയിലാണ് അമീർ ഖാൻ ഈ വസ്തുത വ്യക്തമാക്കിയത്. 3 ഇഡിയറ്റ്സ് എന്ന സിനിമ നിർമ്മിക്കുമ്പോഴോ അതിന്റെ തിരക്കഥ തയ്യാറാക്കുമ്പോഴോ എനിക്കോ അല്ലെങ്കിൽ സംവിധായകൻ രാജ്കുമാർ ഹിറാനി ഉൾപ്പെടെയുള്ള രചയിതാക്കൾക്കോ സോനം വാങ്ചുക്കിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് അമീർ ഖാൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി അന്ന് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നില്ലെന്നും അമീർ കൂട്ടിച്ചേർത്തു. സോനം വാങ്ചുക്കിന്റെ സംഭവബഹുലമായ ജീവിതത്തിൽ നിന്നാണ് ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതെന്ന് പ്രേക്ഷകർക്കിടയിൽ പരന്ന തെറ്റിദ്ധാരണ മാത്രമാണെന്നും സിനിമയും വാങ്ചുക്കിന്റെ വ്യക്തിജീവിതവും തമ്മിൽ യാതൊരു നേരിട്ടുള്ള ബന്ധവുമില്ലെന്ന് അമീർ ഖാൻ വെളിപ്പെടുത്തി. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രചരണത്തിന് അടുത്തിടെ വീണ്ടും ജീവൻ വയ്ക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. 3 ഇഡിയറ്റ് സിനിമയിൽ ചതുർ രാമലിംഗം എന്ന ജനപ്രിയ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഒമി വൈദ്യ അടുത്തിടെ പങ്കുവച്ച ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ലഡാക്കിൽ സമരം ചെയ്യുന്ന സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ വീഡിയോ. എന്നാൽ ആ സന്ദേശത്തിനടിയിൽ സിനിമയിലെ അമീർ ഖാന്റെ കഥാപാത്രം വാങ്ചുക്കിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് ഒമി വൈദ്യ വീണ്ടും പരാമർശിച്ചിരുന്നു. ഈ വീഡിയോ കണ്ടതിനെ തുടർന്നാണ് തനിക്ക് വേദിയിൽ വെച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നതെന്ന് അമീർ ഖാൻ വ്യക്തമാക്കി. സഹപ്രവർത്തകനായ ഒമി വൈദ്യ പറഞ്ഞ തെറ്റായ വിവരമാണെന്നും അമീർ ചൂണ്ടിക്കാട്ടി. സിനിമയുമായുള്ള ബന്ധം നിഷേധിച്ചെങ്കിലും സോനം വാങ്ചുക്ക് നടത്തുന്ന സാമൂഹിക ഇടപെടലുകളെയും സമരങ്ങളെയും അമീർ ഖാൻ പൂർണ്ണമായി പിന്തുണച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകളിലും പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലഡാക്ക് സ്വദേശിയായ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ ഈ സമരം 2 ആഴ്ചയിലധികം പിന്നിട്ട സാഹചര്യത്തിലാണ് അമീർ ഖാനോട് ചോദ്യങ്ങൾ ഉയർന്നത്. വാങ്ചുക്ക് ചെയ്യുന്നത് തികച്ചും ശരിയായ കാര്യമാണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ദിനപ്രതി ക്ഷയിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്നും അമീർ ഖാൻ പറഞ്ഞു. 19 ദിവസം പിന്നിട്ട സമരത്തിനിടയിൽ അദ്ദേഹത്തിന് 9 കിലോയിലധികം ശരീരഭാരം കുറഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം നിരാഹാര സമരം ഉടൻ അവസാനിപ്പിക്കണമെന്ന് താൻ ഉൾപ്പെടെ നിരവധി പേർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമീർ ഖാൻ കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ സിനിമയിലെ ഫുൻസുക് വാങ്ഡുവും യഥാർത്ഥ ജീവിതത്തിലെ സോനം വാങ്ചുക്കും തമ്മിൽ ചിന്തകളിലും വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടുകളിലും സമാനതകൾ തോന്നാമെങ്കിലും ആ കഥാപാത്രം പൂർണ്ണമായും സിനിമയുടെ രചയിതാക്കളുടെ ഭാവനയിൽ വിരിഞ്ഞത് മാത്രമാണ്. വർഷങ്ങളായി പ്രേക്ഷകരുടെ മനസ്സിൽ ഉറച്ചുപോയ ഒരു വലിയ തെറ്റിദ്ധാരണയ്ക്കാണ് അമീർ ഖാന്റെ ഈ വാക്കുകളോട് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്.